നോർത്തിൽ പോയിട്ട് ദഅവാക്കടെ പാവപ്പെട്ട മുതഅല്ലിമീങ്ങളുള്ളാർ ഇത് കൊണ്ടാറല്ലേ നോർത്തിലെ ദഅവത്തും ചൊല്ലും നമുക്ക് നല്ല സദഖ കൊടുക്കണം നമുക്ക് എന്തുകൊണ്ടു അങ്ങ് അത്രയും കഷ്ടപ്പെടുക 40-45 ചൂട് ഗൾഫിൽ ഉള്ള ചൂട് പോലത്തെ ചൂടിൽ ശക്തമായി കഷ്ടം വന്നിട്ട് ജോളത്തെ റൊട്ടി തിന്നിട്ട് സുബ്ഹാനല്ലാഹ് അങ്ങനെ കഷ്ടച്ചൊന്നൊരു കാര്യമില്ല. അത് എല്ലാ വർഷവും തിങ്ങൾക്ക് 30 നാളോടെ പോയി ദഅവാക്കടെ ആൾമാറുള്ള SSF കണക്കിൽ രാജ്യത്തെ SSF അവിടെ വർഷങ്ങളായിട്ട് കടത്തിക്കൊണ്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു ദഅവയാണ്. എത്ര ആൾമാർ നന്നാക്കടെ ഇനിയോ അവിടെ വർഷങ്ങളായിട്ട് സ്ഥിരദായികളായി പണിയെടുക്കുന്ന ആൾമാറുള്ള അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കണ്ടാറുണ്ടായി നിങ്ങൾക്ക് നല്ല ഹദിയ കൊടുക്കാം. അത് അള്ളാഹുടെ മുട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അമലായിട്ടിരിക്കും. എന്തുകൊണ്ടു നമുക്ക് ഒരു ഗണ്ട ഒരു നിമിഷം പോയിട്ട് അവിടെ ആവാത്ത പണി വർഷങ്ങളായിട്ട് അവിടെ ആക്കിക്കൊണ്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചില ദായികൾ വന്ന് ചൊല്ലുന്ന കഷ്ടപ്പാട് കേൾക്കുമ്പോൾ കണ്ണിൽ തണ്ണി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാട്ടിയ സന്ദേശമുണ്ടല്ലോ, ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗായിബ്, കാണ്ടവനോ കേട്ടവനോ ഗൊന്തുള്ളവനോ ഗായിബ് ആകാ ഗൊന്തില്ലാത്ത ആൾമാർ പോയി ചൊന്നു കൊടുക്കട്ടെന്ന് ഇതേ ദഅവയാണ് കഷ്ടപ്പെട്ടങ്ങ് നടത്തിക്കൊണ്ടുള്ളാറ് പ്രയാസപ്പെട്ടുകൊണ്ടുള്ളാറ് സഹോദരന്മാരെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തി അങ്ങക്ക് ക്ലാസ് എടുക്കണമെന്ന് ചിലവ് വിളിക്കാറ് ആരെ നന്റെ വിളിച്ചാറ് ഞങ്ങൾ കൊടുത്ത ആൾമാർ അങ്ങക്ക് ഞങ്ങൾ എന്താണ് ക്ലാസ് എടുക്കണത് ചൊന്നെങ്കിൽ ആ പ്രാക്ടിക്കൽ ജ്ഞാനം നക്കില്ലേ. അവിടെ പോയിട്ട് അള്ളിക്ക് പോയിട്ട് മൂലക്ക് പോയിട്ട് ഭംഗ വന്നിട്ട് പൈച്ച് വെച്ചിട്ട് നട്ടം തിരിഞ്ഞ ജ്ഞാന ഇല്ലാത്ത ഞാൻ അങ്കെന്തര ക്ലാസ് എടുക്കടേ ഇവിടെയും ഞാൻ ചൊന്നേ നാണ് നസീഹത്താക്കുക ചൊല്ല ഒരിക്കലും അർഹനല്ല. എന്തുകൊണ്ടും ചൊന്നെങ്കിൽ കേട്ടത് ഇത് ഞാൻ കുടുങ്ങിട്ടാക്കണേന്ന് ഞാൻ ചൊന്നിട്ടില്ല ചൊല്ലു നല്ലേന്ന് ചൊന്നിട്ടുള്ളേ. അള്ളാഹു ഞങ്ങളെ എല്ലാം നന്നാക്കി തരുമാറാവട്ടെ. വെളിച്ചമില്ലാത്തവൻ എങ്ങനെ വെളിച്ചം കൊടുക്കൂ? ഒരാൾക്ക് വെളിച്ചം കൊടുക്കണുണ്ടായെങ്കിൽ എൻ്റെ കയ്യിൽ വെളിച്ചം വേണ്ടേ? ഒരു ക്യാൻഡിൽ ഞാൻ കത്തുവാട്ടിയില്ലാണ്ടായെങ്കിൽ ഇതിലൂടെ 1000 ക്യാൻഡിൽ കത്തുവാട്ടാം. എൻ്റെ കയ്യിൽ വെളിച്ചമേ ഇല്ലാണ്ടായെങ്കിൽ എങ്ങനെ വെളിച്ചമുണ്ടാക്കും? അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം യാഫിഈ റഹിമഹുല്ലാഹ് ചൊല്ല് വഗൈറു തഖിയ്യിൻ യഅ്മുറുന്നാസ ബിത്തുഖാ തബീബുൻ യുദാവിന്നാസ വഹുവ അലീലു. തഖ്വ ആക്കണു അങ്ങനെ ആക്കണു ഇങ്ങനെ ആക്കണു ഞാൻ ചൊല്ലെ. പക്ഷേ ഞാനൊരു രോഗിയാണ്, ഡോക്ടർ രോഗിയാണ്, അയാൾ മരുന്ന് കൊടുത്തുകൊണ്ടുണ്ടു. എന്തൊരു മുസീബത്താണ്. ഡോക്ടർക്ക് നല്ല ആരോഗ്യം വേണ്ടേ? ഡോക്ടർ ആരോഗ്യമില്ല, അയാൾ രോഗമാണ് അയാൾക്ക്. അപ്പൊ ഞങ്ങൾ നല്ല എച്ചറത്തിൽ വേണോ? ഒരു ഇമാമൊട്ടി കേട്ടാറ് എന്തുകൊണ്ട് ആൾമാർക്ക് ഉപദേശം ഫലിക്കില്ല? ഉണ്ട് വർഷങ്ങൾക്ക് മുന്നിൽ കിതാബിലുണ്ട് അൽ ജവാഹിറുൽ ലുഅ്ലുഇയ്യാത്തിൽ ഈ സംഭവം എന്തു അഴകും ആർക്കും ഉപകരിക്കില്ല, മുന്നല്ല ഉപകരിച്ചോണ്ട് ഇന്തല്ലേ. അപ്പൊ ഒരു മറുപടി വല്ലാത്തൊരു മറുപടി അയക്ക് അയാൾക്കുണ്ടെന്ന് വന്നില്ല. ഒരു കാലത്ത് അണ്ട് ആൾമാരെല്ലാം ഉറങ്ങിട്ടിന്നാർ, ആലിമീങ്ങൾ ചൊല്ലെങ്കിൽ എച്ചറത്തിലിന്നാർ, ഉണർവുലിന്നാർ. അതുകൊണ്ട് വറിഞ്ഞുണ്ട് വൻതുകൗട് ആർക്ക് വറിഞ്ഞുണ്ട് വൻതുകൗടു ഈ എസർത്തിലുള്ളവണ്ട് വൻതുകൗടു. അതേ സമയത്ത് ഇണ്ട് നേരെ ഉൾട്ടായിട്ട് ആൾമാറോ അങ്ങ് അമ്മ മരിച്ചു പോയാൽ, അതേ സമയത്ത് ഇപ്പുറത്തെ ആലിമോ അവൻ ഉറങ്ങിപ്പോയാ. വറിഞ്ഞവൻ എങ്ങനെയാണ് മയ്യിത്തിരെ വൻതരെ രണ്ടും മുഹാലാണ്, അസംഭവ്യാണ്. അതുകൊണ്ടാണ് ഫലിക്കാത്ത. ഇത് ആലിമായ ആൾമാറും സാമാന്യ ആൾമാറും എല്ലാവരും ജാഗ്രതയാക്കുന്നായി എല്ലാവരും പേടിക്കുന്നായി കെത്തവിസിയാണ്. എന്തുകൊണ്ട് ഉപകാരം കിട്ടിയോണ്ടിരിക്കുന്നത് കേൾക്കുമ്പോ മറുപടി ആലിമീങ്ങൾ ഉണർന്നിട്ടിന്നാറ്, ആൾമാർ വർക്കിലിന്നാറ്. വറിഞ്ഞവന്റെ ഉണർന്നവണു എനിക്ക് വന്തവോടു. അതേ സമയത്ത് ഇന്തോ നേരെ ഉൾട്ടായിട്ട് മനുഷ്യന്മാർ മരിച്ചുപോയാറ്, വിവരമുള്ളവനോ അവൻ അങ്ങ് ഉറങ്ങിപ്പോയാ. ഉറങ്ങിയവൻ എങ്ങനെ മയ്യിത്തിരെ വൻതരെ. അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ ചെന്ന് വന്നുകൊണ്ടുള്ള ഇക്കട്ടി ദഅവ അത് വല്ലാത്തൊരു വിഷയമാണ്. അപ്പൊ അവിടെ ക്ലാസ്സിൽ വിളിക്കുമ്പോ അപ്പൊ ഞാൻ അവിടെ ചെല്ലുന്നത് എങ്ങനെ ക്ലാസ് എടുക്കും? ഇപ്പൊ ഇതേപോലത്തെ വിഷയമാണ്, ഒരിക്കലും ആവില്ല. ചിലപ്പോൾ നല്ല ക്ലാസ് എടുത്ത വിജയത്തെങ്കിൽ ആളായിട്ടിരിക്കും. കൂടെ വന്നിട്ട് ക്ലാസ് 30 നാളും കേട്ട നല്ല മോമിനിയും നിൽക്കുവാർ. അങ്ങെല്ലാവരും സ്വർഗത്ത് പോകുമ്പോ ഈ കുടുങ്ങിയിട്ട് വാഴ ചെന്നവനോ അവനോടൊപ്പം ഞമോ പോയോണ്ടുള്ള എത്രമോ കിലോമീറ്റർ ബാക്കിലുള്ള അപ്പൊ കേക്കിടാറ് നീ അങ്ങനെ ഇങ്ങനെ ചെന്നുകൊണ്ടിരുന്നല്ലേ, നീ എന്റെ ബാക്കിലായ സാധ്യത ഉണ്ടു. അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെ എതിരിൽ പോയവനുമല്ല ബാക്കിൽ പോയവന്റെ വിളിക്കാവോ നിങ്ങൾക്ക് ഇങ്ങനെ ഉപകാരം ആക്കിടാറല്ലേ. അവിടെ കുടുങ്ങിയിട്ടുള്ളാറ് ഒന്ന് വെറുതെ വന്നിട്ട് വിളിക്കാം. അതും ഞങ്ങളെ ഈ ക്ലാസ് കൊണ്ടുള്ള നേട്ടായിട്ടേക്കൂ. ഇവിടെ ക്ലാസ് എടുക്കണവന് വെളിയെ കീൽ തെച്ചവന് കീൽ കൊണ്ടുള്ളെങ്കിൽ എത്ര വിജയമില്ല. കീൽ തെച്ചങ്ങളിൽ എത്രയോ ആൾമാർ വലിയ നയിക്കുവാറ്, കീൽ തെച്ചങ്ങളിൽ മഹാന്മാരിക്കുവാറ്. അപ്പൊ ആഖിറത്തിൽ കാണുമ്പോ എതിരിൽ നിന്നവൻ ബാക്കിലുള്ളല്ലോ റബ്ബേ. ഇമാം മഹ്മൂം ഇമാമായിട സംഭവിക്കാം, ചിലപ്പോ സംഭവിക്കാം. ചൊല്ലുണ്ടാട്ടിയാറാ ഇഖ്ലാസ് കേട്ടവനക്ക് ചിലപ്പോയിക്കൂ. ഒരു ഉസ്താദ് ചെന്തൂല ശിഷ്യന്മാരെ കൂട്ടിയിട്ട് നിങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം അങ്ങേയറ്റത്തെ ഇഖ്ലാസോടെ ചൊന്നിട്ട് തന്നീ കാൽ വെക്കോ. എന്തോ ആവില്ല, മുങ്ങില്ല. അങ്ങ് ഭയങ്കര ആത്മാർത്ഥത്തെ വന്ന് കാൽ വെച്ചാറ്, മുങ്ങില്ല.
ഇയാൾ ബിസ്മില്ലാ എന്ന് കാൽ വെക്കുമ്പോൾ മുങ്ങി പോയി തടിക്ക്. സംഭവിക്കാം, അങ്ങനെ ആവാം, അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാം അള്ളാഹുടെ കയ്യിലല്ലേ. അപ്പൊ ഞാനിത് ഓർമ്മപ്പെടുത്തി, അതും ഒരു ലക്ഷ്യമാണ്. അപ്പൊ ഇങ്ങനെ കേട്ടെങ്കിൽ താൽമാരവിടെ ഈ ചൊന്നാൽ ബാക്കിൽ ഇങ്ങനെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ ബച്ചാവാക്കുള്ള ഒരു വേയാവും. അള്ളാഹു ഞങ്ങളെല്ലാരെയും രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ഞാനിവിടെ ചെന്നത് ഒരു പക്ഷിയുടെ സംഭവം ചൊല്ലുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ടൈമില്ല, ഇപ്പൊ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഞാൻ അങ്ങോട്ട് ചൊല്ലെങ്കിലത്തെ ഒരു ഉദാഹരണയാണ്. എങ്ങനെ നിങ്ങൾക്ക് വളരെ ചൊല്ലുവോ നസീഹത്താക്കോ, ഇങ്ങനെ ദേവാക്കോ അങ്ങനെ ദേവാക്കോ അങ്ങോട്ട് ചൊല്ലും പോലെ ഇല്ല. കാരണം അങ്ങക്ക് പ്രാക്ടിക്കൽ ആണ്, നിങ്ങൾക്ക് കാര്യം ഇത് മാത്രമാണ് ഇവിടെ ഈ വിഷയത്തിൽ. അപ്പൊ അങ്ങക്ക് ഒരു ഉദാഹരണം, ഒരാൾ ചെന്ന് ഒരു പക്ക ഒരു റായത്ത് എപ്പോ നോക്കിയും സിൽസാൽ അവിടെ ഭൂകമ്പം, ഒരു റായ കുലുങ്ങി ഉണ്ടെങ്കിൽ എപ്പോ നോക്കിയും കുലുങ്ങിടും. എന്റെ ഇത് ಅದಕ್ಕೆ ശാസ്ത്രജ്ഞന്മാർക്ക് ശാസ്ത്രീയമായ ചില വശങ്ങളിലേക്കും അങ്ങ് വന്ന് ചെല്ലുവാർ. അങ്ങനെ ഇങ്ങനെ അതങ്ങനെ ആയിട്ട് ഇങ്ങനെ ആയിട്ട് എന്ന് ചെല്ലുവാർ. അപ്പൊ എപ്പോ നോക്കിയും ഭൂമി കുലുങ്ങിടെ ഈ റായത്ത് ആൾമാർ അങ്ങനെ ആയിപ്പോയിട്ട് അങ്ങനെ വലിയ ഈ വിഷയത്തിൽ സിൽസാലിന്റെ വിഷയത്തിൽ ഞാൻ നേരത്തെ ചൊന്നില്ല, മുങ്ങയുടെ വിഷയത്തിൽ PhD ആക്കിയോണ്ട് ഇതുപോലത്തെ ഇതിന്റെ ಬಗ್ಗೆ എന്തുകൊണ്ട് സിൽസാൽ അവിടെ ഭൂകമ്പം അവിടെ ഇത് പഠിച്ചോടത്തോളം അതുകൊണ്ട് വിളിച്ചാറ് ക്ലാസ് ഇത് എന്തേ നിങ്ങൾ ചൊല്ലണം. അങ്ങനെ എല്ലാവരും തെച്ചാറ് ഓൺ സിൽസാലിന്റെ ಬಗ್ಗೆ ക്ലാസ് എടുക്കോ തുടങ്ങിയിട്ട് തെല്ല് നേരമാകുമ്പോ കുലുങ്ങോ തുടങ്ങിയിട്ട് ഭൂമി കുലുങ്ങോ തുടങ്ങുമ്പോൾ ഓന്റെ മൈക്കും കീഴും പേടിച്ച് ഓടോ ശുരുവാക്കാൻ ആറ് PhD എടുത്തവൻ. അപ്പൊ ഇവന്റെ സമാധാനാക്കി ഇങ്ങനെ എതിരിലെച്ചാൻ അങ്ങ് ചെന്നാറിയേ അത്ര പേടിക്കൊണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് സിൽസാല അതിനെ വർക്കേ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഞങ്ങൾ എത്തിരാ. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് എടുക്ക വന്നിട്ട് ഓടിക്കൊണ്ടുള്ളാറല്ലേ. നൗദില്ല, ഞാൻ അങ്ങോട്ട് ചൊല്ല ഉദാഹരണം ഇതാണ്. എന്ത് കാരണം നിങ്ങൾക്ക് എങ്ങനെ ഞാൻ ക്ലാസ് എടുക്കും? ഇതിൽ A to Z പഠിച്ചിട്ട് നട്ടം തിരിഞ്ഞിട്ട് കഷ്ട വന്നെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു ക്ലാസ് എടുക്കണോ? ഇവിടെ ഇതേപോലെ ആയിട്ട് ഇയാൾ പേടിച്ചിട്ട് വിറക്കുമ്പോ അങ്ങനെ ചൊല്ലിട്ട് നിങ്ങൾക്ക് സിൽസാലായില്ലെങ്കിൽ വർക്ക് വണ്ടില്ലേ. നയാഗ്ര ഇതുണ്ട് എന്തിനെ ഫാൾസ് എവിടെ കന്നഡത്തിലല്ലേ, ആ ലോക മഹാത്ഭുതം. അതിനെ ಬಗ್ಗೆ അത് നല്ല സൗണ്ട്. അപ്പോ പുറത്ത് ചെന്ന് അതിന് സൗണ്ട് ഒരു നാല് നിന്റെ പോയിത്തൂറ നിന്റെ ആ റായത്ത് എനിക്ക് വർക്കില്ല ആർക്കും. സാധാരണ സൗണ്ട് ഇല്ലെങ്കിൽ വർക്കല്ലേ പറഞ്ഞേ, ഇത് അങ്ങ് വർക്കേ വേണ്ടില്ല. എന്തുകൊണ്ടെങ്കിൽ അങ്ങ് ആ സൗണ്ട് ഇല്ലാണ്ട് വർക്ക് വരാത്തെങ്കത്തോ എപ്പോ അങ്ങ് ഇതേ വിഷയാണ് എപ്പോ കേട്ടോണ്ടേക്കോ നമുക്ക്. അതുപോലെ ഈ സിൽസാൽ എപ്പോഴും അനുഭവിക്കണമുണ്ട് ഒന്നുള്ളൂ. ഇത് അനുഭവിക്കാതെങ്കത്ത ഒരാൾ പ്രാക്ടിക്കൽ ഗൊന്തില്ലാത്ത ഒരാൾ പോയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ കുടുങ്ങിപ്പോയിട്ട്. ഇതുപോലെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ സഹോദരന്മാർ, ഇതുവരെ ഞങ്ങൾ ചൊന്ന വിഷയവും ഇതുവരെ ചൊന്ന A to Z എല്ലാ വിഷയങ്ങളും ഉപകാരാവുടെപ്പാൻ ചൊന്നെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടിക്കൽ ആക്കുമ്പോൾ മാത്രമാണ്. ഏതോ ഒരുത്തർ ആയത്തവൻ പ്രാക്ടിക്കൽ ആക്കിയാൽ ഞാൻ പണ്ടത്തെ പോലെ ആയെങ്കിൽ അത് നക്ക് പിടിക്കണമെങ്കിൽ ഏറ്റവും വലിയ മുസീബത്താണ്, രോഗമാണ്. മറന്നില്ലാത്ത രോഗമായി കൊണ്ടുപോകുക. അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.